നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ പുതിയ സിനിമയായ കനലിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി കനലിൻ്റെ ഫുൾ ടീം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഇന്നത്തെ ഷോയിലേക്ക്. സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ സിനിമ കണ്ട് നേരിട്ട് വരുന്ന വഴിയാണ്. വളരെ നല്ലൊരു സിനിമയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്തൊരു മൂവിയാണ്. ഷിക്കാറിന് ശേഷം പത്മകുമാർ സാറും സുരേഷ് ബാബു സാറും ലാലേട്ടനും കൂടി ഒന്നിക്കുന്ന ഒരു പടമാണ് കനൽ. എന്താണ് ആ മൂവി പ്രേക്ഷകർക്ക് നൽകുന്ന പ്രതീക്ഷ? എപ്പോഴും ആൾക്കാർ എൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം വളർന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രതീക്ഷയെക്കാട്ടിലും നന്നായി. പ്രതീക്ഷ അവരുടെയാണ്. അപ്പം പലപ്പോഴും സംഭവിക്കുന്നത് കഴിഞ്ഞ ഒരു സിനിമയുടെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഷിക്കാർ പോലത്തെ ഒരു സിനിമയല്ല കനൽ. അപ്പോൾ കനൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക സിനിമയാണ്, ഒരു പുതിയ സിനിമയാണ്. അതൊരു വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. ഷിക്കാർ എന്ന് പറയുന്നത് അങ്ങനെയല്ലായിരുന്നു, കൂടുതൽ ഇമോഷൻസും കാര്യങ്ങളും. അതിനേക്കാളും വലിയ ഇമോഷണൽ ഫിലിമാണ് ഈ സിനിമ. അപ്പോൾ അതിനെ വേറൊരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ആ സിനിമ കണ്ടിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നേരത്തെ പ്രതീക്ഷിച്ചിട്ട് ആ സിനിമ കാണാൻ പാടില്ല. ഒരു പ്രീ ഓക്യുപ്പൈഡ് മൈൻഡായിട്ട് പോകുമ്പോഴാണ് നമുക്ക് സിനിമയെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പലപ്പോഴും കഴിഞ്ഞ സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും പലരും പോകുന്നത്. ഈ സിനിമയെ ഫ്രഷായിട്ട് ഒരു സിനിമ കാണാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പോയി ആ സിനിമയുടെ കൂടെ സഞ്ചരിക്കണം, ആ കഥാപാത്രങ്ങളുടെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അങ്ങനെയാണ് സിനിമ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതെ, തീർച്ചയായും. ഈ സിനിമ ഞാൻ ആദ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നുപോയി. ഞാനൊരു പ്രീ ഓക്യുപ്പൈഡ് മൈൻഡായിട്ടാണ് പോയത്. എല്ലാം തെറ്റിച്ചുകൊണ്ട് സിനിമ വേറൊരു തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഈ മൂവി കൊണ്ടുപോകാം എന്ന് സാർ തീരുമാനിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ഒരു ആക്ഷൻ നമ്മുടെ സാധാരണ പ്രേക്ഷകൻ്റെ മനസ്സിൽ വരുന്ന ഒരു പേസുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് അതല്ലാത്തൊരു സിനിമ ചെയ്യുക എന്നുള്ളതായിരുന്നു എപ്പോഴും നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ഷിക്കാർ ചെയ്യുന്ന സമയത്തും അതുവരെ കണ്ട സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് ഷിക്കാർ ചെയ്തത്. ഈ സിനിമ ചെയ്യുമ്പോൾ ശരിക്കും തീർച്ചയായും ഷിക്കാറിന് അപ്പുറം, ഷിക്കാറിൽ നമ്മൾ കണ്ട അതേ ട്രീറ്റ്മെൻറ്റ് അല്ലാതെ വേറൊരു രീതിയിൽ ഒരു ത്രില്ലർ സിനിമ എങ്ങനെ ചെയ്യാം എന്ന ആലോചനയിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. സുരേഷ് ബാബു കഥ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഥ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വൺ ലൈൻ ഉണ്ടാക്കുമ്പോഴും സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഒരു ആലോചന എങ്ങനെ പുതിയ രീതിയിൽ ഈ കഥ പറയാം. പറയുന്ന കഥ വ്യത്യസ്തമല്ലെങ്കിൽ പോലും അത് പറയുന്ന രീതി വ്യത്യസ്തമാണെങ്കിൽ തന്നെ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും, ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടും. ജനങ്ങൾക്കിടയിൽ എല്ലാ ഭാഷകളിലും അത്തരം ഒരു മാറ്റം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം മാറ്റം പ്രേക്ഷക സമൂഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സിനിമകൾ വിജയിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ ഒരു സിനിമയെ പുതിയ രീതിയിൽ എടുക്കാം, എങ്ങനെ അവതരിപ്പിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു പേസ് ഉണ്ടാകുന്നത്. ആ പേസ് തീർച്ചയായും ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേസ് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണം. തീർച്ചയായും പൂർണ്ണമായി വിശ്വസിക്കാം, പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് ഈ സിനിമ എന്ന്. കനൽ എന്ന സിനിമയുടെ ഒരു ടാഗ് ലൈൻ, എവ്രി എൻഡ് ഹാസ് എൻ ഓൾഡ് ബിഗിനിങ്. എല്ലാ അവസാനങ്ങൾക്കും ഒരു പഴയ തുടക്കമുണ്ട്. എത്രമാത്രം പ്രസക്തമാണ് സാർ ഈ ഒരു ടാഗ് ലൈൻ ഈ സിനിമയിൽ? റിവെഞ്ച് സ്റ്റോറി പലതരത്തിലുള്ള പല കഥകളിലേക്ക് നമുക്ക് എത്താം. അത് എപ്പോഴും എത്തുന്നത് ഈ പറഞ്ഞ പോലെ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദുരന്തം, അയാളുടെ ഒരു പ്രതികാരം, അവിടെ കൊണ്ട് സിനിമ തീരുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ കുറച്ചും കൂടെ സാമൂഹികമായിട്ട് അതിനെ ബന്ധപ്പെടുത്താനുള്ളൊരു ശ്രമം, അതായത് ഒരു റിവെഞ്ച് എന്ന് പറയുന്നത് വളരെ വൈയക്തികമായ ചില സംഘർഷങ്ങൾക്കപ്പുറത്ത് അതിന് അവൻ ജീവിക്കുന്ന സമൂഹം കൂടെ ഉൾപ്പെടുന്ന ഒരു കാരണം ഉണ്ടാവുക. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് ആ സമൂഹമാണ്. ഒരാളെ ക്രിമിനലാക്കുന്നതോ അല്ലെങ്കിൽ അയാളെ മറ്റൊരു തരത്തിൽ ഒരു എക്സ്ട്രീമിലേക്ക്, ജീവിതത്തിൻ്റെ വേറൊരു എക്സ്ട്രീമിലേക്ക് കൊണ്ടെത്തിക്കുന്നതോ നമ്മൾ ജീവിക്കുന്ന സമൂഹം തന്നെയാണ്. അപ്പോൾ അതേപോലെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ആദ്യത്തെ 1921 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കാലത്ത് ഞങ്ങൾ ആദ്യം കാണിക്കുന്ന കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. അതായത് മക്കളെ വിൽക്കാൻ വെച്ചിരിക്കുന്ന അമ്മമാർ, കഴുത്തിൽ പ്ലക്കാർഡ് തൂക്കി ജോലി തേടി നടക്കുന്ന ചെറുപ്പക്കാർ. ഇത് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ ഒരു ജീവിത സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അവസ്ഥാവിശേഷം 2009 നമുക്ക് മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടായി. ഒരുപക്ഷെ മലയാളി അത് എത്രത്തോളം ഗൾഫിൽ അത് പെട്ട കുറേ ആൾക്കാർക്ക് അറിയാം, അല്ലാത്തവർക്ക് അത് അത്ര പരിചിതമാവണമെന്നില്ല. അപ്പോൾ ആ ഒരു ജീവിത സാഹചര്യത്തിൽ പെട്ടുപോയ 4 പേരുടെ ജീവിതം ഈ റിസഷൻ എന്ന് പറയുന്ന ആഗോളമായ ഒരു സംഭവം ഇവരുടെ ജീവിതത്തെ 4 തരത്തിൽ മാറ്റി തീർക്കുന്നതാണ് ഇതിൻ്റെ പ്രമേയം. ആ പ്രമേയത്തെ ഇപ്പോൾ പപ്പട്ട പറഞ്ഞതുപോലെ നമ്മൾ ഒരു കൺവെൻഷണൽ ലൈനിൽ സമീപിക്കരുത് എന്നുള്ള കൃത്യമായ ധാരണയോട് കൂടിയാണ് സാധാരണ രീതിയിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ചു. അതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതിനൊരു സ്വീകരിച്ച ഒരു സ്ട്രക്ചറും അതിൻ്റെ മേക്കിങ്ങും അത് ലാലേട്ടനും അതുൽ കുൽക്കർണി, അനൂപ്, പ്രതാപോത്തൻ തുടങ്ങിയ ആ ഒരു താരനിരയുടെ വലിയ സപ്പോർട്ടും
പ്രധാനമായിട്ട് ഞാൻ പറയുക ഈ ഒരു സിനിമ നമ്മൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അതെങ്ങനെ ആദ്യം ഇത് കേൾക്കുന്ന ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അത് അഭിനയിക്കേണ്ട പ്രധാന നടൻ ഇവരിതെങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ്. പക്ഷെ അവിടെ നിന്നാണ് ഇത് കഥ നമ്മൾ ഈ തരത്തിലുള്ള വൺ ലൈൻ കേൾക്കുമ്പോൾ ലാലേട്ടൻ തന്ന ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു സിനിമ ഇവിടെ വരെ എത്തിക്കാനായിട്ട് പറ്റുന്നത്. അതെ അതെ അതാണ്. അപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ ശിക്കാർ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത കഥയാണ്. അതിനുശേഷം 4 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ തന്ന ഒരു എനർജി അത് അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഇബ്രാഹിം മാത്യു തന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയായിട്ട് ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ലാലേട്ട, ജോൺ ഡേവിഡിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു സംശയം വരും, ഇനിയിപ്പോൾ ഹീറോ ആണോ ഇനിയിപ്പോൾ വില്ലൻ ആണോ? അറിഞ്ഞൂടാ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ജോൺ ഡേവിഡ് എന്ന് പറയുന്ന അയാളൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരാളാണ്. ആദ്യം അയാൾ പറയുന്നതാണല്ലോ ജീവിതത്തിൽ അങ്ങനെ വലിയ ബ്രഹ്മാണ്ഡമായ കാര്യങ്ങൾ. വളരെ നല്ലൊരു ഡയലോഗ്, എനിക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്ത്. ജീവിതത്തിൽ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് ആഘോഷിക്കാൻ പഠിക്കുക, സന്തോഷിക്കാൻ പഠിക്കുക. അപ്പം അദ്ദേഹം അങ്ങനെ ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം വന്നു. പുള്ളിക്ക് അതെങ്ങനെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് ആ സന്തോഷത്തിനെ റെക്ടിഫൈ ചെയ്ത് വീണ്ടും അയാൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അയാൾ പറയുന്ന അവിടെ നിന്ന് കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര കാണാം എന്നുള്ള അയാളുടെ വീണ്ടും ആ ഒരു രസകരമായ ജീവിതത്തിലേക്ക് അയാൾ മടങ്ങിപ്പോകാമെന്നായിരിക്കാം. പിന്നെ ഒരു മിസ്റ്ററി ഉള്ള ഒരാളാണ് അയാൾ. എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ ബ്രെയിനിന് എപ്പോഴും മിസ്റ്ററി അതൊക്കെയാണ് ഇഷ്ടം. അതായത് ഒരു കർട്ടൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയാനാണ്, അത് എളുപ്പം മാറ്റി നോക്കാനാണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് എളുപ്പം സീനുകൾ കാണണം എന്നുള്ളത്. നമ്മൾ അത്ര സമയം കൊടുത്തില്ല, പതുക്കെ മാറ്റി നോക്കാനാണ്. എളുപ്പത്തിൽ അങ്ങനെ കാണണ്ട. ജോൺ ഡേവിഡ് അങ്ങനെയാണ്. അയാൾ അങ്ങനെ എളുപ്പം കാണാൻ പറ്റുന്ന ഒരാളല്ല. അയാളെ പതുക്കെ അറിഞ്ഞ് പോയി കഴിഞ്ഞാൽ ജോൺ ഡേവിഡിന്റെ ഏകദേശം ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴേ നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ കുറച്ചുകൂടി അടുത്ത് അറിയാൻ പറ്റുള്ളൂ അല്ലേ? ഹണി റോസ് ഈ സിനിമയിൽ ഇപ്പം 10 വർഷം പൂർത്തിയാക്കുകയാണ്. 10ാമത്തെ വർഷം സിനിമ ചെയ്യുന്നത് ലാലേട്ടന്റെ ഹീറോയിനായിട്ട് കനൽ. അപ്പോൾ ലാലേട്ടന്റെ കൂടെ 10ാമത്തെ വർഷം ഈ ഒരു ഇത്രയും നല്ലൊരു ബാനറിൽ കനൽ പോലുള്ള ഒരു നല്ലൊരു മൂവി ചെയ്യാൻ പറ്റി. എങ്ങനെ പങ്കുവയ്ക്കുന്ന ആ ഒരു സന്തോഷം? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വലിയൊരു ലക്ക് തന്നെയാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ഒരു ഫിലിം. 10ാമത്തെ വർഷം, ഈ വർഷം കുറേ നല്ല സിനിമകൾ ചെയ്യാനുള്ള അവസരം കിട്ടി. അതിൽ അവസാനം വന്നിരിക്കുന്ന കനലാണ്. അതും മലയാളത്തിൻ്റെ മഹാനടനൊപ്പം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. സോ അതോടൊപ്പം തന്നെ പത്മകുമാർ സാറിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെയും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. സുരേഷ് ബാബു സാറിൻ്റെ കൂടെ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലൊക്കേഷനിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ്റെ കൂടെ ഫസ്റ്റ് സീൻ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഞാൻ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം മീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സംസാരിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല. കൂളാണോ അല്ലെ കുറച്ച് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാർ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തരുന്ന ഒരു കംഫർട്ടുണ്ട്. എത്രത്തോളം ആ ക്യാരക്ടറിൽ നമ്മളെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ നമ്മളറിയാതെ അഭിനയിച്ച് പോകും എന്നുള്ളൊരു ഫീലുണ്ട്. സോ അത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ പുതുമുഖങ്ങൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഇവരെ കോൺഷ്യസ് ആയിട്ട് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എഫേർട്ട് എടുക്കാറുണ്ടോ? എൻ്റെ ഒരു സാധാരണ സംശയമാണ്. തീർച്ചയായിട്ടും നമ്മൾ അവരെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ പെർപ്ലക്സ്ഡ് ആകുമ്പോൾ അയാളെ കൂടുതൽ പെർപ്ലക്സ്ഡ് ആക്കാതിരിക്കാൻ നോക്കണ്ടേ? നമ്മളിലേക്ക് അവരെ എത്തിക്കാൻ ശ്രമിക്കാതിരിക്കാനാണ് വേണ്ടത്. അവരിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ് വേണ്ടത്. അപ്പോൾ അവർക്കൊരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് അപ്പോൾ അവർക്ക് ചിലപ്പം പല തെറ്റിദ്ധാരണകളുണ്ടാകാം, ചിലപ്പോൾ നല്ല ധാരണകളുണ്ടാകാം. പക്ഷെ അതൊക്കെ സിനിമയുടെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെത്രത്തോളം നന്നാകുമ്പോഴാണ് നമ്മൾ നന്നാകുന്നത്. നമ്മുടെ കൂടെയുള്ള ആക്ടേഴ്സ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ നന്നാകുന്നത്. അപ്പോൾ ആ കംഫർട്ട് സോണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ശ്രമിക്കുന്നതാണ്. ഇപ്പം ഞാൻ മാത്രം പോയിട്ട് രഹസ്യമല്ല, നമ്മൾ ചിലപ്പോൾ പക്ഷേ അതിൻ്റെ ഡയറക്ടറും ക്യാമറമാനുമായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്കതിനെ വളരെ റിലാക്സ് ചെയ്ത്, നമ്മളെപ്പോഴും ചില സീനുകളൊക്കെ എടുക്കാൻ വന്നിട്ട് ഇന്ന് എടുക്കണ്ട, നമ്മൾ നാളെ എടുത്താൽ മതി എന്ന് പറയും. പല ആൾക്കാരും പറയില്ല, ചിലപ്പം എല്ലാം നമുക്കിത് എടുക്കണം. ചിലപ്പോൾ എത്രയോ 10, 20, 30 ടേക്കൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ പോലെ അവർക്കതൊരു, അപ്പോൾ അവരുമായിട്ടൊരു ഇതൊരു പരസ്പരം ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള റെസ്പെക്റ്റ് പോലെയാണ്. ഈ ഒരു കോൺഗ്രസ് ആണ്, എല്ലാവരും കൂടെ ചേർന്നിട്ടില്ലേ ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പം അവരും ഏറ്റവും കംഫർട്ടബിൾ സോണിൽ ആക്കിക്കൊണ്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അതിന് രസം ഉണ്ടാകുന്നത്. അതിപ്പം അണിയുടെ കാര്യമല്ല, ആരുടെ കാര്യമായാലും തിരിച്ചും അവരിങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ സന്തോഷം. അതെ,
രേവതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് കനലിൽ ചെയ്തിരിക്കുന്നത്. മികച്ച ഒരു കുടുംബിനി. കുടുംബം കഷ്ടപ്പെടുന്ന സമയത്ത് ജോലിക്കിറങ്ങി വീണ്ടും ന്യൂസ് റീഡറായി ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു കഥാപാത്രം കുറേ ഫേസിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, കുറേ തലങ്ങളുണ്ട് അതിന്. എനിക്ക് തോന്നുന്നു ഈ കനലിൻ്റെ ഷൂട്ട് തുടങ്ങിയത് തന്നെ എൻ്റെ പോർഷൻസിലൂടെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നല്ല ടെൻഷനോടുകൂടി തന്നെയാണ് ഈ ലൊക്കേഷനിലേക്ക് വന്നതും ഓക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് പപ്പേട്ടനാണ്. സത്യത്തിൽ എനിക്ക് എൻ്റെ ടെൻഷൻസും വറീസ് എല്ലാം എടുത്തു കളഞ്ഞത്. ശരിക്കും ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പും പപ്പേട്ടൻ പറയുമായിരുന്നു എന്താണ് അവിടെ ആവശ്യം, അത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓവർ ആക്ടിങ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ള അപ്പം പപ്പേട്ടൻ വന്നിട്ട് പറയും അത്രയും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര കംഫർട്ട് സോണിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊന്ന് ശരിക്കും പപ്പേട്ടനോട് തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. പിന്നെ ലാലേട്ടനോടൊപ്പമുള്ള ലാസ്റ്റ് സീനിൽ പിന്നെ ഇത്രയും വലിയ മഹാനടൻ്റെ കൂടെ അഭിനയിക്കാൻ പോയപ്പോൾ അന്ന് ഏറ്റവും വലിയ ടെൻഷൻ നിറഞ്ഞ ദിവസമായിരുന്നു. പക്ഷേ ലാലേട്ടനെ കണ്ടപ്പോൾ തന്നെ അതെല്ലാം മാറി. ഭയങ്കര എനർജി ആയിട്ട് എനിക്ക് തന്നെ ഒരു ഭയങ്കര വൈബ്സ് ഒക്കെ കിട്ടി. ഒരു ടീം വർക്ക് തന്നെയാണല്ലേ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും നമ്മൾ ഇതിലില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി വളരെയധികം ഇൻവോൾവ് ആയിട്ട് ആക്ട് ചെയ്ത ആൾക്കാരല്ലേ. അനൂപായാലും പ്രതാപ് പൂത്തനായാലും കുൽക്കർണി ആയാലും നമ്മുടെ മറ്റേ കുട്ടി നിഖിത, എല്ലാവരും അവരുടെ റോളുകൾ, ചെറിയ റോളുകൾ പോലും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുൽ കുൽക്കർണിയാണ് ഈ ഒരു പെർട്ടിക്കുലർ റോൾ ചെയ്യണം എന്ന് തോന്നാനുണ്ടായ കാരണം. ഈ സിനിമയിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അതുൽ കുൽക്കർണിയുടേത്. സാധാരണ ഗതിയിൽ പറഞ്ഞാൽ ഒരു സാധാരണ വില്ലനായി വന്ന് പോകാവുന്ന ഒരു ക്യാരക്ടറിനെ വേറൊരു രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്തെടുത്തുണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സാധാരണ ഒരു നടന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അതിനകത്തുണ്ട്. പക്ഷേ വേറൊരു നടൻ ചെയ്താൽ, അപ്പോൾ അതുപോലെ പോലെ ഒരു നടൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു തലം കുറേ കൂടി വേറൊരു രീതിയിൽ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നേരത്തെ മനസ്സിലാവുകയും അങ്ങനെ ഒരു നടന് വേണ്ടിയുള്ള അന്വേഷണത്തിനൊടുവിലാണ് നമ്മൾ അതുൽ കുൽക്കർണിയിലേക്ക് എത്തുന്നത്. അതുലിൻ്റെ മലയാളത്തിലെ 2 സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനേക്കാൾ കൂടുതലായി അതിൻ്റെ ചില മറാഠി സിനിമകളും അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയെല്ലാം അതുൽ കുൽക്കർണി നടനെക്കുറിച്ച് ഞങ്ങൾക്കുള്ള ഒരു പൂർണ്ണ ബോധ്യം തന്നെയാണ്. അദ്ദേഹം ചെയ്യുന്നത് സത്യമാണെന്ന് അവസാന നിമിഷം വരെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതെ, എന്നിട്ടും കുറ്റബോധമില്ല. അപ്പം അങ്ങനെ അത് വളരെ പ്രയാസമാണ് ആ റോള് ചെയ്യാൻ. തീർച്ചയായും അപ്പോൾ അയാളൊരു വളരെ സ്റ്റോൺ ഫേസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളായിട്ട്. അതെ, അവസാനം ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ പറയുന്നുണ്ട്, ചെയ്തതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ കുറ്റബോധമില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തിരിച്ചും നമ്മൾക്കും ജോൺ ഡേവിഡിനും അതാണ് സംഭവിച്ച സങ്കടമുണ്ട്, പക്ഷെ കുറ്റബോധമില്ല. തികച്ചും ഒരു അനക്കമില്ലാതെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നാല് നല്ല ക്യൂട്ടായിട്ടുള്ള ബേബീസിനെ ഹണി ഹാൻഡിൽ ചെയ്യുന്നത് സിനിമയിൽ കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു 4 ബേബീസിനെ ഒരേ സമയത്ത് സിനിമയിലാണെങ്കിൽ പോലും? ഓഫ് കോഴ്സ് ഐ എൻജോയ്ഡ് ഇറ്റ്. പക്ഷേ ഷോർട്ട് ആക്ഷൻ പറയുമ്പോൾ തൊട്ട് കരയാൻ തുടങ്ങും. ഭയങ്കര ബഹളമായിരിക്കും, ഡയലോഗും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 2 പേരെ ഞാൻ എടുത്ത് പിടിച്ചിട്ടുണ്ടാവും, 2 പേര് നിലത്ത് കിടന്നിട്ട് കയറിയായിരിക്കും. സോ അത് പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. കാരണം ഒന്നാമത് എനിക്ക് കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ 7 ദിവസമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അതെ, അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ലാലേട്ടാ? അതിലെ ഒരു പ്രണയഗാനം തുടങ്ങുന്ന സമയത്ത് ഈ ജോൺ ഡേവിഡ് അന്നയെ കാണുന്ന സമയത്തുള്ള ലാലേട്ടൻ്റെ കുറച്ച് കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ, ഇറ്റ്സ് സോ അമേസിങ്. അങ്ങനത്തെ ഒരു പ്രണയ നിമിഷങ്ങളിൽ മാത്രമായിരുന്നു ഞാൻ അങ്ങനത്തെ ഷർട്ട്, പിന്നെ മാറി കോസ്റ്റ്യൂം. പ്രണയം വരുമ്പോൾ ശരിക്കും ഡ്രസ്സുകളെ പറ്റി പോലും ഓർക്കാം. അവർ തരുന്ന ഇടും അത്. പിന്നെ ഹണി റോസായിട്ടല്ലേ അഭിനയിക്കുന്നത്, അപ്പം നമ്മൾ നന്നായിരിക്കണ്ടേ? അതെ, പിടിച്ച് നിൽക്കണ്ടേ ലാലേട്ടന്. പിന്നെ എനിക്ക് തോന്നാ നമ്മൾ ആ ഷർട്ടൊക്കെ അങ്ങനത്തെ അവർ സെലക്ട് ചെയ്യണം. ഏറ്റവും അയാൾ പറയുന്നില്ലേ എൻ്റെ 47 വർഷത്തെ സെലിബസി ആണ്. അപ്പം ആ പ്രണയമാണ്, ആ ഒരു ബ്രഹ്മചര്യമാണ് ഇവർ തകർത്തത്. അപ്പോൾ അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളതൊരു നൗകയിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒരു കടലിൻ്റെ നടുക്ക്, ഒരു പ്രണയക്കടലിൻ്റെ നടുക്ക് 2 പേർ നിൽക്കുന്നതായിട്ടാണ്. അതുപോലെ അത് പാടുന്നത് പൊള്ളും തണുപ്പിൽ നിന്നാണ്. ഒരു ഓക്സിമോഡാണ് എന്ന് പറഞ്ഞാൽ 2 വാക്കുകൾ രണ്ടും ബന്ധമില്ലാത്ത ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മധു വാസുദേവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഴിവാണ്. നമ്മൾ ഈ സിനിമ എല്ലാം മ്യൂസിക്കിലൂടെയാണ് കണക്ട് ചെയ്ത് പോകുന്നത്. ഒരുപാട് പ്രത്യേകതയുള്ള സിനിമയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമ വളരെ ആ താളത്തിൽ അതിൻ്റെ കൂടെ സഞ്ചരിച്ച് കാണുമ്പോഴാണ് ആ സിനിമയെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ, കനൽ എന്ന ഈ പേര്, അതായത് പ്രതികാരമാണ് ഈ ഒരു സിനിമയുടെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതികാരം കനലിനേക്കാളും കൂടുതൽ വേറൊന്നിനെ വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഈ ഒരു പേര് ആരാ സെലക്ട് ചെയ്തത്? ഞങ്ങൾ നെല്ലിയാമ്പതിലൊരു ട്രിപ്പ് വരുന്നു. അപ്പോൾ രാത്രി ഒരു
ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് രാത്രിയോടെ കൂടിയപ്പോൾ അവിടെ കുറേ കനൽ രാത്രി കണ്ടപ്പോഴാണ് എനിക്ക് രാത്രി സത്യത്തിൽ കനൽ എന്നൊരു പേര് സത്യത്തിൽ ഓർമ്മ വന്നത്. ഇത് ഞങ്ങൾ പണ്ട് ഷിക്കാറിന് ആലോചിച്ചൊരു പേരായിരുന്നു. ഷിക്കാറിന് മുമ്പ് നമ്മൾ ആദ്യം ആലോചിച്ചൊരു പേര് കനൽ എന്നായിരുന്നു. ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് സ്പെൻഡ് ചെയ്യുക ടൈം ടുഗെദർ. ഇല്ല നമ്മുടെ സിനിമയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് കാണുമ്പോൾ അങ്ങ് കൂട്ടായിക്കൊള്ളും. അതുപോലെ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻസ് കൂടുതലും മിഡിൽ ഈസ്റ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ഈ പൊള്ളുന്ന ചൂടിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് ബുദ്ധിമുട്ടിയോ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്? ലാലേട്ടൻ ഇപ്പം തന്നെ 58 ഡിഗ്രിയിലൊക്കെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അന്ന് അതിൻ്റെ കൂടെ നൊയമ്പും കൂടെയാണ്. അപ്പോൾ ശരിക്കും ആ എല്ലാവിധ അതിൻ്റെ റിസഷനും ചൂടും എല്ലാം കൂടെ ചെയ്തിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നമ്മുടെ കൂടെയുള്ള ചില ആൾക്കാർ ബോധം കെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരായിരുന്നു അത്? ചൂണ്ടിക്കാണിക്ക, ആളെ പറയില്ല. ഇല്ല, എങ്കിൽ പോലും അത്രയൊക്കെ ചൂടാണെങ്കിൽ പോലും നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യാൻ പറ്റി. അതാണ് അതിനപ്പുറത്തേക്ക് ആ സോങ്ങും അല്ലെ ഫിലിമും ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ. സോ ഇപ്പം നമ്മൾ ഭയങ്കര കൂളായി അത്രയും ചൂടിൽ ഷൂട്ട് ചെയ്തെങ്കിൽ പോലും. അതെ, ഇതിലെല്ലാവരെയും നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ക്യാമറാമാൻ, മ്യൂസിക് ഡയറക്ടർ അല്ലേ, അതിൽ വർക്ക് ചെയ്ത എല്ലാവരെയും അത്രയും കഷ്ടപ്പെട്ട ആ ചൂടിലും ബാക്കിയുള്ള സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ലൊക്കേഷൻസിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഹൈദരാബാദ്, കേരളം, മിഡിൽ ഈസ്റ്റ്, ഒരുപാട് കാർവാർ ഷൂട്ട് ചെയ്തു. പിന്നെ ഈ ചൂട് അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയ ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആള് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ചൂടൊന്നും നിൽക്കാതെ കേരളത്തിലായിരുന്നു ഷൂട്ടിങ്. ലാലേട്ടാ, ഞാൻ കേട്ടു ലാലേട്ടൻ തന്നെ എവിടെയോ പറഞ്ഞിട്ട് ഈ ഷൂട്ടിൻ്റെ ഇടയിൽ ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ ആർട്ടിഫിഷ്യലായിട്ടിട്ട് ഒരു സെറ്റിൽ നിന്നായിരുന്നു ആ ട്രെയിനിലെ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പം ഇന്നസെൻറ്റ് സാറിൻ്റെ കൂടെ ലാലേട്ടൻ ആ ഒരു പെർട്ടിക്കുലർ സീൻ ചെയ്തപ്പോൾ നമ്പർ 20 മദ്രാസ് മെയിലിലെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ലാലേട്ടൻ എവിടെയോ ഫീൽ ചെയ്തു എന്നൊക്കെ ഞാൻ കേട്ടു. ശരിയാണോ? അദ്ദേഹത്തുമായിട്ട് സംസാരിക്കുകയും നമ്മുടെ അതൊരു വലിയ പ്രസിദ്ധമായ ഒരു ഇതല്ലേ ഞങ്ങൾ തമ്മിലൊരു ബന്ധം, നമ്പർ 20 മദ്രാസ് മെയിൽ. അത് കഴിഞ്ഞ് വീണ്ടും ഞാനും ഇന്നസെൻ്റ് കൂടി ട്രെയിനിൽ വരുന്ന ഒരു സീൻ ഇതിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു രസകരമായി നമ്മൾ എടുത്തു തന്നെയാണ്. ടോണിക്കുട്ടനെ മിസ് ചെയ്തു അപ്പോൾ ലാലേട്ടൻ. ഇപ്പോൾ ശ്രീ അനൂപ് മേനോൻ, അപ്പോൾ അദ്ദേഹം അവതരിപ്പിച്ച ആനന്ദരാമൻ എന്ന ക്യാരക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്ന, കുടുംബത്തിന് വേണ്ടി ഒരുപാട് യാതനകൾ സഹിച്ച് അവരെ ഉയർച്ചയിലെത്തിക്കാൻ വേണ്ടിയിട്ട് രാപ്പകൽ കഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം തന്മയത്വത്തോടെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ഒരു മുഴുനീള സിനിമ അല്ലേ? ഇതിൽ ലാലേട്ടൻ്റെ അധിക കോമ്പിനേഷൻ സീൻസും വരുന്നത് ശ്രീ അനൂപ് മേനോന്റെ കൂടെയാണ്. ലാലേട്ടൻ്റെ ജോൺ ഡേവിഡ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് സിനിമയിൽ. പ്രണയം എന്നുള്ളത് സന്തോഷിക്കാനുള്ളതാണ്. അതായത് ശ്രീ ഓഷോയുടെ പ്രണയം എന്നുള്ളത് സന്തോഷിക്കാൻ വേണ്ടിയുള്ളതാണ്, ദുഃഖം എന്നുള്ളത് പ്രണയമല്ല. ശരിക്കും ലൈഫിൽ ലാലേട്ടൻ പ്രണയത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണോ? ഇത്ര സംശയം. ദുഃഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ദുഃഖമായി പോവില്ലേ? പ്രണയത്തിൽ അതൊന്നുമല്ല, എല്ലാം സുഖം മാത്രം, നല്ല സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. അങ്ങനെ അതിൽ വേറെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വേറെ സബ്ജക്റ്റായി. മൂവിയുടെ ഈ ഒരു റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയ ലൊക്കേഷൻസിൽ ആണ്. എവിടേക്കായിരുന്നു ഈ ഒരു സോങ്സ് ഷൂട്ട് നടന്നത്? നമ്മുടെ ഒരു റിലീസ് തന്നെയാണ്. സോങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് സ്ഥലത്തൊന്നും പോയിട്ടില്ല. നമ്മൾ സീൻ ഷൂട്ട് ചെയ്ത ആ ഏരിയയിൽ തന്നെയാണ് സോങ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു ഷൂട്ട് ചെയ്ത് ഇവിടെ കൊച്ചിയിലാണ്. പിന്നെ ഈ പതുക്കെ എന്തോ എന്നുള്ള പാട്ട് പൂർണ്ണമായും മിഡിൽ ഈസ്റ്റ് തന്നെ ചെയ്തതാണ്. മറ്റേ നമ്മൾ ഹൈദരാബാദ് ചെയ്തതാണ്. അത് പാട്ടിന് വേണ്ടി മാത്രം വേറെ ലൊക്കേഷനുകളിലേക്ക് പോയിട്ടില്ല. ഇല്ല. ഓക്കെ. ഈ സിനിമ ആദ്യം കാണാൻ പോകുമ്പോൾ കുറച്ച് പേർ എന്നോട് പറഞ്ഞൊരു ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ചെറിയൊരു ത്രില്ലർ ആണെങ്കിൽ കൂടി ഇതൊരു സ്ലോ ഗോയിങ് മൂവി ആണോ എന്നൊരു സംശയം എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ യാതൊരു ഫീലും തോന്നിയില്ല. ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ധ്വനി വരാനുള്ള കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്പീഡുണ്ട്. ആ സ്പീഡല്ല ഈ സിനിമയ്ക്കുള്ളത്. കാര്യം നമ്മൾ ബോധപൂർവ്വം ആ സിനിമയ്ക്ക് അങ്ങനെ ചെയ്തതാണ്. കാര്യം സ്ഥിരം നമ്മൾ കണ്ടുമടുത്ത ഒരു ഫോർമുല അല്ലെങ്കിൽ കണ്ടുമടുത്ത ഒരു പാറ്റേൺ അല്ലാത്ത രീതിയിലാണ് കഥ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് അത്തരം ഒരു അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത സിനിമയല്ല, ഒരുപക്ഷെ പ്രതീക്ഷയ്ക്ക് മേലെയുള്ള സിനിമ കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. ഈ ഒരു സ്റ്റോറിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് ഏതെങ്കിലും റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ട് ഇതിന് സാമ്യമുണ്ടോ? സാറിൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ആൾക്കാരെ ഇങ്ങനെ ഒരു 4 പേര് സാറ് കണ്ടിട്ടുണ്ടോ? അതായത് ഇതിലെ അനന്തരാമൻ്റെ കഥാപാത്രം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അയാളുടെ ജീവിതമാണ് ഈ കഥയ്ക്ക് പ്രചോദനം. ഞങ്ങൾ 4 വർഷം മുമ്പ് ഈ ഇതിൻ്റെ കഥ രൂപപ്പെടുത്തുമ്പോൾ അയാളുടെ ജീവിതമായിരുന്നു. അതിനുശേഷം ഞങ്ങളിത് സ്ക്രിപ്റ്റിലേക്ക് കടക്കുമ്പോൾ
അനൂപിനോട് ചേർന്ന് ആ കഥാപാത്രത്തോട് ചേർന്ന് മറ്റൊരാളുടെ ജീവിതം കൂടി ലീൻ ബി ജസ്പസ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ്റെ ജീവിതവും കൂടെ ചേരുമ്പോഴാണ് അനന്തരാമൻ്റെ കഥാപാത്രം പൂർണ്ണമാകുന്നത്. പിന്നെ ബാക്കി എന്ന് പറയുന്നത് നമ്മുടെ ഫിക്ഷനാണ്. കാരണം കൊച്ചിയിൽ നിന്ന് കാർവാറിനുള്ള ഒരു തീവണ്ടി യാത്ര, ആ തീവണ്ടി യാത്രയിൽ കണ്ടുമുട്ടുന്ന 2 പേര്, അവരുടെ ഭൂതകാലം, ആ ഒരു സ്ട്രക്ചറിൽ നമ്മൾ സിനിമ പോകുന്നു. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് ഇത് നമ്മൾ ചെയ്ത നമ്മുടെ ചെയ്തികളും അതിൻ്റെ പാപബോധവും ഒക്കെ കൂടെ ചേരുന്നതാണ് കനൽ. വളരെയധികം സന്തോഷം. കാരണം സിനിമ കണ്ടിറങ്ങിയ ഉടനെ എനിക്ക് ഇങ്ങനെ ഒരു ടീമുമായിട്ട് കനലിലെ എല്ലാവരെയും നേരിട്ട് കാണാനും കനലിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ തന്നെ ഒരുപാട് നല്ല പോസിറ്റീവ് റെസ്പോൺസസ് ആണ് നമുക്ക് ഓൾ ഓവർ കിട്ടുന്നത് കനലിനെ കുറിച്ചിട്ട്. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ സംഭവിക്കട്ടെ. കനൽ ഇനിയും വിജയം കൈവരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.